എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ പ്രത്യേകിച്ച് IPL ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ഒരു ചരിത്ര നിമിഷത്തെക്കുറിച്ചാണ്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനും നിരാശകൾക്കും ശേഷം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അഥവാ RCB IPL കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ വിജയം വെറുമൊരു നേട്ടമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായിട്ടുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ വർഷങ്ങളായി കാത്തിരുന്ന, ചിലപ്പോൾ നിരാശരായി, ചിലപ്പോൾ പ്രതീക്ഷയോടെ ഈ സാല കപ്പ് നമ്മുടെ എന്ന് മനസ്സിലുരുവിട്ട ആ മുദ്രാവാക്യം ഒടുവിൽ സത്യമായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ RCBയുടെ തുടക്കം മുതൽ കിരീട നേട്ടം വരെയുള്ള ഓരോ പ്രധാന ഘട്ടങ്ങളും, അവർ നേരിട്ട വെല്ലുവിളികളും, ടീമിന്റെ ഭാഗമായിട്ടുള്ള ഇതിഹാസ താരങ്ങളെക്കുറിച്ചും ഈ യാത്രയിൽ ആരാധകർ വഹിച്ച പങ്കിനെക്കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് വിശദമായി സംസാരിക്കാം. കഴിയുന്നവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ആദ്യം RCBയുടെ തുടക്കത്തെ പറ്റി സംസാരിക്കാം. നമുക്കറിയാം RCB ടീം രൂപീകരിച്ചത് 2008 IPL ആരംഭിച്ചപ്പോഴാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവേശം നിറഞ്ഞ കാലത്ത് മധ്യവ്യവസായിയായിട്ടുള്ള വിജയ് മല്യ $111 ദശലക്ഷം മുടക്കിയാണ് ഈ ഫ്രാഞ്ചൈസിയെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാം ഇതിഹാസ താരവും സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബാറ്റിംഗ് പ്രതിഭയായിരുന്ന രാഹുൽ ദ്രാവിഡ് ആയിരുന്നു ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റനും ഐക്കൺ പ്ലെയറും. അതുകൊണ്ട് തന്നെ ടീമിനെ കുറിച്ചും അതിന്റെ ആദ്യ സീസണിലെ പ്രകടനത്തെക്കുറിച്ചും വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഓരോ മത്സരത്തിനും ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. എന്നാൽ ആദ്യ സീസൺ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. ആദ്യത്തെ IPL മത്സരത്തിൽ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് RCBക്ക് വലിയൊരു തോൽവി നേരിടേണ്ടി വന്നു. ബ്രണ്ടൻ മക്കല്ലം 158 റൺസ് നേടി എതിരാളികളെ ഞെട്ടിച്ച ആ ഒരു കളി ഒരു ദുസ്വപ്നം പോലെ ഇന്നും ഓർമ്മയിലുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ അത് ഭയങ്കര ഇതായിട്ട് കാണുന്ന ഒരു സമയമാണ് IPL എന്നുള്ളതല്ലേ, പലർക്കും ഓർമ്മയുണ്ടാവും. ആ ഒരു കളിയിൽ 140 റൺസിനായിരുന്നു RCB തോറ്റിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. വരാനിരിക്കുന്ന പ്രതിസന്ധികളുടെ ഒരു സൂചനയുമായിരുന്നു അത് നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് RCB ടീമിന്റെ കോമ്പിനേഷനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലരും RCB ടീമിനെ ടെസ്റ്റ് ടീം എന്നാണ് കളിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ ബാറ്റിംഗ് നിരയ്ക്ക് സ്ഥിരത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2008 14 കളികളിൽ വെറും 4 വിജയങ്ങളുമായിട്ട് അവർ അവസാന സ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. അതായത് 7ാം സ്ഥാനത്തേക്ക് അവർ പോവുകയാണ്. ഇതൊരു കൈപ്പേറിയ തുടക്കമായിരുന്നെങ്കിലും ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നെങ്കിലും ടീം അടുത്ത സീസണിൽ മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷ അപ്പോഴും അവരുടെ മനസ്സിൽ കെടാതെ നിന്നു. 2009 IPL ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റുകയാണ്. ഈ മാറ്റം RCBയുടെ ഭാഗ്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു മോശം തുടക്കത്തിന് ശേഷം സീസണിന്റെ മധ്യത്തിൽ ഒരു നിർണായക തീരുമാനം വരികയാണ്. ക്യാപ്റ്റൻസിയിൽ മാറ്റം, അതായത് ക്യാപ്റ്റനെ മാറ്റുക എന്നുള്ളതായിരുന്നു. അതായത് കെവിൻ പീറ്റേഴ്സിൽ നിന്ന് ഇന്ത്യൻ സ്പിൻ ഇതിഹാസം അനിൽ കുംബ്ലെ നായകസ്ഥാനം ഏറ്റെടുക്കുകയാണ്. അതോടെ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയരുകയാണ്. കുംബ്ലെയുടെ കണിശമായ ക്യാപ്റ്റൻസിയും ബൗളിംഗിലെ മികവും ടീമിനെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചു. സ്വപ്നതുല്യമായിട്ടുള്ള പ്രകടനങ്ങളിലൂടെ RCB ലീഗിൽ മുന്നേറി ജോഹന്നാസ്ബർഗിൽ നടന്ന ഫൈനൽ വരെ എത്തുകയാണ്. ഫൈനലിൽ ഡെക്കാൻ ചാർജേഴ്സുമായിട്ടാണ് കേട്ടോ ഏറ്റുമുട്ടൽ. RCBയുടെ ബൗളിംഗ് വിഭാഗം അന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റനായിട്ടുള്ള കുംബ്ലെ തന്നെ 4 ഓവറിൽ വെറും 16 റൺസ് മാത്രമാണ് വഴങ്ങിയത്. അതോടൊപ്പം 4 വിക്കറ്റ് വീഴ്ത്തി മാൻ ഓഫ് ദ മാച്ച് പ്രകടനം നടത്തി. ഡെക്കാൻ ചാർജേഴ്സിനെ 143 റൺസിന് ഒതുക്കാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് തുടക്കത്തിൽ കാര്യങ്ങൾ അനുകൂലമായിരുന്നെങ്കിലും അവസാന നിമിഷം സമ്മർദ്ദം താങ്ങാനായിട്ടുണ്ടായിരുന്നില്ല. അവസാന ഓവറിൽ 15 റൺസ് വേണമായിരുന്നു ജയിക്കാനായിട്ട്. കപ്പ് കൺമുന്നിൽ ഒരു ട്രോഫി നേട്ടം എന്ന ചിരകാല സ്വപ്നം ഒരു കയ്യെത്തും ദൂരത്ത് ആണെത്തി നിൽക്കുന്നത്. എന്നാൽ നാടകീയമായിട്ടുള്ള അന്ത്യത്തിൽ RCB വെറും 6 റൺസിന് തോക്കുകയാണ്. ആ തോൽവി അത്രത്തോളം ഹൃദയഭേദകമായിരുന്നു. 2008 മോശം പ്രകടനത്തിൽ നിന്ന് 2009 റണ്ണറപ്പ് സ്ഥാനത്തേക്ക് അവർ മാറിയെങ്കിലും IPL ട്രോഫി കൈവിട്ടു പോയിരുന്നു, അതും വെറും 6 റൺസിന്. കുംബ്ലെ പിന്നീട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? അവസാന ഓവറിൽ ഫാൻസി ഷോട്ടുകൾ കളിക്കരുതെന്ന് താൻ റോബിൻ ഉത്തപ്പയോട് കെഞ്ചിക്കൊണ്ടിരുന്നുവെന്നാണ്. 2010 കുംബ്ലെ നായകനായിട്ട് തുടർന്നപ്പോൾ RCB സ്ഥിരത പുലർത്തുകയാണ്. ടീം വീണ്ടും ആദ്യ 4-ലെത്തി സെമി ഫൈനലിൽ പ്രവേശിക്കുകയാണ്. യുവതാരമായിട്ടുള്ള വിരാട് കോഹ്ലി അന്ന് തന്നെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങളാണ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെമി ഫൈനലിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ നേതൃത്വത്തിലുള്ള മുംബൈ ഇന്ത്യൻസിനോട് അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വരികയാണ്. 2011 വിരാട് കോഹ്ലി, ക്രിസ് ഗെയിൽ, AB ഡിവില്ലിയേഴ്സ് എന്നിവരുടെ യുഗത്തിന് തുടക്കമിടുന്നത്. ഈ 3 പേരും അടുത്തൊരു ദശകത്തോളം RCBയെ നയിക്കുകയാണ്. ഡാനിയൽ വെട്ടോറി ക്യാപ്റ്റനും കോഹ്ലി വൈസ് ക്യാപ്റ്റനുമായിട്ട് AB ഡിവില്ലിയേഴ്സിനെയും ക്രിസ് ഗെയിലിനെയും ടീമിലെത്തിച്ച് വലിയൊരു വഴിത്തിരിവാക്കി മാറ്റുകയാണ്. ഗെയിൽ തന്റെ ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി അടിച്ച് കൊടുങ്കാറ്റായി മാറുകയാണ്. ജമൈക്കൻ താരമായിരുന്ന ഗെയിലിനെ തടയാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 12 കളികളിൽ നിന്ന് 608 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുകയാണ് അദ്ദേഹം. 37 പന്തിൽ സെഞ്ചുറി നേടിയ ഗെയിലിന്റെ പ്രകടനവും ഇന്ന് ആരാധകർക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഗെയിലിന്റെ കോഹ്ലിയുടെ പ്രകടനങ്ങളുടെ ബലത്തിൽ RCB ലീഗിൽ 1ാം സ്ഥാനക്കാരനായി മാറുകയാണ്. 3 വർഷത്തിനിടെ 2ാം തവണയും ഫൈനലിൽ എത്തുകയാണ്. എന്നാൽ 2011 ഫൈനലിൽ RCBക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനോട് അടിതെറ്റുകയാണ്. ചെന്നൈ അവരുടെ ഹോം ഗ്രൗണ്ടിൽ 205 റൺ എന്ന വലിയ സ്കോർ നേടുകയാണ്. അശ്വിൻ ഗെയിലിനെ ആദ്യ ഓവറിൽ തന്നെ 0-ന് പുറത്താക്കിയത് RCBയുടെ വിജയപ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്.
കോഹ്ലി 35 റൺസ് നേടി പൊരുതിയെങ്കിലും വിക്കറ്റുകൾ തുടരെ വീഴുകയാണ്. അവസാനം 58 റൺസിന് RCB തോക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാം ഫൈനൽ തോൽവി RCB ആരാധകർക്ക് വലിയ വേദനയാണ് നൽകിയതെങ്കിലും 2011 വിരാട് കോഹ്ലി, AB ഡി വില്ലിയേഴ്സ്, ക്രിസ് ഗെയിൽ എന്നിവരെ RCBയുടെ നട്ടെല്ലായി അടയാളപ്പെടുത്തി, ത്രിമൂർത്തികളായിട്ട് അടയാളപ്പെടുത്തി. 2012-13 സീസണുകളിലും RCBക്ക് കപ്പ് നേടാനായിട്ടുണ്ടായിരുന്നില്ല. വിരാട് കോഹ്ലി 2012 ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായി വ്യക്തിഗത പ്രകടനങ്ങളൊക്കെ ഒരുപാട് നടത്തി മിന്നി പറഞ്ഞെങ്കിലും ടീമിന് സ്ഥിരതയുണ്ടായിരുന്നില്ല. 2003 ക്രിസ് ഗെയിൽ 66 പന്തിൽ 175 റൺസ് നേടി T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കി. RCB 263-ന് 5 വിക്കറ്റ് എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ടീം ടോട്ടൽ നേടുകയാണ്. എന്നിട്ടും അവർക്ക് പ്ലേ ഓഫിൽ എത്താനായിട്ടുണ്ടായിരുന്നില്ല. നെറ്റ് റൺ റേറ്റ് കാരണം 5ാം സ്ഥാനത്തേക്കാണ് അവർ തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ സാല കപ്പ് നമ്മുടെ, അതായത് ഈ സാല കപ്പ് നമ്മുടേതാണെന്നുള്ള മുദ്രാവാക്യം അക്കാലത്ത് ആരാധകർക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങിയാണ്. ചിലപ്പോൾ പ്രതീക്ഷയോടെയും ചിലപ്പോൾ നിരാശയോടെയും കൂടെ അവരത് ഉരുവിടുകയാണ്. 2014 ഒരു നിരാശാജനകമായിട്ടുള്ള വർഷമായിരുന്നു. ടീം 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യുവരാജ് സിംഗിനെ വലിയ വിലയ്ക്ക് ടീമിലെത്തിച്ചെങ്കിലും പ്രതീക്ഷിച്ച പ്രകടനം ഉണ്ടായില്ല. 2015 RCB തിരിച്ചുവരവ് നടത്തി പ്ലേ ഓഫിൽ പ്രവേശിച്ചെങ്കിലും ക്വാളിഫയർ 2 ചെന്നൈയോട് തോക്കുകയാണ്. AB ഡി വില്ലിയേഴ്സ് മുംബൈക്കെതിരെ 59 പന്തിൽ 133 റൺസ് നേടി അവിശ്വസനീയമായിട്ടുള്ള ഒരു പ്രകടനം നടത്തുകയും ചെയ്തായിരുന്നു. 2016 സീസൺ വിരാട് കോഹ്ലിയുടെ കരിയറിലെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഒരു IPL സീസണിൽ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് ആയിട്ടുള്ള 973 റൺസ് കോഹ്ലി നേടുകയാണ്. 4 സെഞ്ചുറികളാണ് അന്ന് കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നത്. ഇത് IPL ചരിത്രത്തിലെ അതുവരെ ആരും കാണാത്തൊരു നേട്ടമായിരുന്നു. കോഹ്ലി RCBയെ തോളിലേറ്റി പ്ലേ ഓഫിലേക്ക് നയിക്കുകയാണ്. AB ഡി വില്ലിയേഴ്സും അവിശ്വസനീയമായിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ക്വാളിഫയർ 1 ഗുജറാത്ത് ലയൺസിനെതിരെ 68-6 എന്ന നിലയിൽ AB ഡി വില്ലിയേഴ്സ് പുറത്താകാതെ നേടിയ 79 റൺസ് ടീമിനെ ഫൈനൽ എത്തിക്കുകയാണ്. കോഹ്ലിയും ABയും ഗെയിലും അടങ്ങുന്ന ഈ ട്രിനിറ്റി ഉണ്ടല്ലോ, തൃത്വം ഏത് ബൗളിംഗ് നിരയും തകർക്കാൻ ശേഷിയുള്ള ഒരു മൂവർ സംഘമായി മാറിയിട്ടുണ്ടായിരുന്നു. RCB തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബാംഗ്ലൂരിൽ ഫൈനൽ വരെ എത്തുകയാണ്. കപ്പ് നേടാനുള്ള 3ാമത്തെ അവസരമാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം മൊത്തത്തിൽ ചുമപ്പണിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ശുഭപ്രതീക്ഷകളും RCBക്ക് അനുകൂലമായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 209 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് ഗെയിൽ 76 റൺസുമായിട്ട് മിന്നുന്ന തുടക്കം നൽകുകയാണ്. കോഹ്ലി 56 റൺസ് നേടുകയാണ്. 10 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമില്ലാതെ 111 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ RCBക്ക് ഉറപ്പായിരുന്നു കപ്പ് കിട്ടുമെന്ന്. സ്റ്റേഡിയം ആഹ്ലാദത്തിൽ മുഴുങ്ങുകയാണ്. എന്നാൽ നാടകീയമായിട്ടുള്ള ഒരു മധ്യ ഓവർ തകർച്ചയിൽ വിക്കറ്റുകൾ തുരുതുര വീഴുകയാണ്. സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. RCB 8 റൺസിന് മാത്രം തോക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, നേരത്തെ തോറ്റിട്ടുണ്ടായിരുന്നത് ഫൈനലിൽ 6 റൺസിനാണല്ലേ, ഇത്തവണ 8 റൺസിന് 7 വിക്കറ്റിന് 200 റൺസ് എന്നൊരു സ്കോറിൽ RCBക്ക് ഒതുങ്ങേണ്ടി വരികയാണ്. സീസണിൽ എല്ലാം നൽകിയിട്ടും കപ്പ് നേടാനാകാതെ നിസ്സഹായനായിട്ട് നിന്ന കോഹ്ലിയുടെ ചിത്രം അത്രത്തോളം ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2016 എനിക്ക് 2 ഹൃദയവേദനകൾ ഉണ്ടായി. ഒന്ന് ഇന്ത്യൻ ടീം ലോകകപ്പ് T20 തോറ്റതാണ്, പിന്നീട് IPL ഫൈനലിൽ തോറ്റതെന്നുമാണ്. ഈ തോൽവിക്ക് ശേഷവും ബംഗളൂരു ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് പോകാതെ RCB എന്ന് ആർത്ത് വിളിച്ചത് ടീമിന് വലിയ ഒരു പിന്തുണയായിരുന്നു. അത് വലിയ അവിസ്മരണീയമായിട്ടുള്ള ഒരു നിമിഷവുമായിരുന്നു. 2016 ഉയർച്ചയ്ക്ക് ശേഷം 2017 സീസൺ RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമായിരുന്നു. ടീം 49 റൺസിന് ഓൾ ഔട്ടായതുൾപ്പെടെ നിരവധി മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് IPL ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറുകളാണ് 49 റൺസ് എന്നുള്ളത്. അതും ഓൾ ഔട്ടാകുകയാണ്. 14 കളികളിൽ വെറും 3 വിജയങ്ങളുമായിട്ട് അവർ അവസാന സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഈ സാല കപ്പ് നമ്മുടെ എന്ന മുദ്രാവാക്യം അന്ന് ഒരുപാട് ട്രോളുകൾക്കുള്ള ഒരു വിഷയമായി മാറുകയാണ്. 2018-ലും 19-ലും വലിയ മാറ്റങ്ങൾ ടീമിൽ വരുത്തുകയാണ്. ക്രിസ് ഗെയിലിനെ ഒഴിവാക്കിയിട്ട് കോഹ്ലിയും AB ഡി വില്ലിയേഴ്സിനെയും നിലനിർത്തുകയാണ്. പുതിയ കളിക്കാരെ ടീമിലെത്തിച്ചു. പക്ഷേ അപ്പോഴും പ്ലേ ഓഫിൽ എത്താനായിട്ടുണ്ടായിരുന്നില്ല. 2019 ആദ്യത്തെ 6 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് തോക്കുകയാണ്. എന്നിട്ടും ആരാധകർ സ്റ്റേഡിയം നിറയ്ക്കുകയാണ്. ഈ സാല കപ്പ് നമ്മുടെ എന്ന മുദ്രാവാക്യം RCB ആരാധകരുടെ പ്രതീക്ഷയുടെയും അതോടൊപ്പം ഒരു നിരാശയുടെയും മിശ്രിതമായിട്ടുള്ള ഒരു ആർപ്പ് വിളിയായിട്ട് മാറുകയാണ്. 2020 IPL UAEയിലേക്ക് മാറ്റുകയാണ് നമ്മുടെ കൊറോണ കാലത്ത്. അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് ആ ഒരു സീസൺ. എന്തായാലും ആ ഒരു സീസണിൽ ടീം ബൗളിംഗ് വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ദേവദത്ത് പടിക്കൽ, യശ്വേന്ദ്ര ചാഹൽ, മുഹമ്മദ് സിറാജ് എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ 4 വർഷത്തിന് ശേഷം വീണ്ടും RCB പ്ലേ ഓഫിൽ പ്രവേശിച്ചെങ്കിലും എലിമിനേറ്ററിൽ സൺറൈസേഴ്സിനോട് തോക്കുകയാണ്. 2021 ഗ്ലെൻ മാക്സ്വെല്ലിനെ ടീമിലെത്തിക്കുകയാണ്. ആ വർഷവും, അതായത് തുടർച്ചയായി 2ാം വർഷവും പ്ലേ ഓഫിലെത്തിയെങ്കിലും എലിമിനേറ്ററിൽ KKRനോട് തോക്കുകയാണ്. ഈ സീസൺ ശേഷം വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുകയാണ്. 8 വർഷം നീണ്ട അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കപ്പ് നേടാനായില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു വേദനയായിരുന്നു. 2022 ഫാഫ് ഡു പ്ലസിസ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായിട്ട് മാറുകയാണ്. അതേ സീസണിൽ ദിനേഷ് കാർത്തിക്, ജോഷ് ഹേസൽവുഡ്, വനിന്ദു ഹസരംഗ തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. തുടർച്ചയായിട്ട് 3ാം വർഷവും പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ക്വാളിഫയർ 2 രാജസ്ഥാൻ റോയൽസിനോട് തോക്കുകയാണ്. AB ഡി വില്ലിയേഴ്സ് 2021 വിരമിച്ചെങ്കിലും അദ്ദേഹത്തെയും ക്രിസ് ഗെയിലിനെയും RCB ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തി ആദരിക്കുകയാണ്. 2023 വിരാട് കോഹ്ലി ലീഗ് ഘട്ടത്തിലെ അവസാനത്തെ 2 കളികളിൽ തുടർച്ചയായിട്ട് സെഞ്ചുറി നേടുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ നടന്ന അവസാനത്തെ ലീഗ് മത്സരത്തിൽ കോഹ്ലി 101 റൺസ് നേടിയെങ്കിലും ശുഭ്മാൻ ഗിൽ സെഞ്ചുറി നേടി ഗുജറാത്തിനെ വിജയത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ തോൽവി RCBയെ പ്ലേ ഓഫിൽ നിന്ന് പുറത്താക്കുകയാണ്. വീണ്ടും ഹൃദയഭേദകമായിട്ടുള്ള ഒരു തോൽവിയായിരുന്നു RCBക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കോഹ്ലി കളിക്കളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഗില്ലുമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച ആ നിമിഷം നിരാശയാണ് ഓർമ്മിപ്പിക്കുന്നത്. 2024 RCB വീണ്ടും ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ആൻറ്റി ഫ്ലവറിനെ പുതിയ ഹെഡ് കോച്ചായിട്ട് നിയമിക്കുകയാണ്. അതോടൊപ്പം കാമറൂൺ ഗ്രീന്, അൻസാരി ജോസഫ്, ലോക്കി ഫെർഗൂസൺ തുടങ്ങിയവരെ ടീമിലെത്തിക്കുകയാണ്. 17 സീസണുകളിലായിട്ട് കപ്പ് എന്ന സ്വപ്നം അവരെ തേടി വന്നില്ല. എങ്കിലും 2025 ആ വർഷം എന്ന മുദ്രാവാക്യം ആരാധകർക്കിടയിൽ അപ്പോഴും മുഴങ്ങുകയാണ്. അങ്ങനെ 2025 IPL സീസൺ എത്തി RCB ആരാധകർക്ക് എന്നെന്നും ഓർമ്മിക്കാനുള്ള ഒന്നായിട്ട് മാറുകയാണ്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു IPL കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ടീം മാനേജ്മെന്റ് ഒരു ധീരമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പരിചയസമ്പന്നനായിട്ടുള്ള നായകൻ ഫാഫ് ഡു പ്ലസിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നമ്മുടെ സ്വന്തം രജത് പാട്ടീദാറിന് നായകത്വം നൽകുക എന്നുള്ളതാണ്. ഇത് വിരാട് കോഹ്ലിയിൽ നിന്ന് ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം കുറച്ച് അദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ടീമിനെ കൂടുതൽ ശക്തമാക്കുകയാണ്. ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ഫിൽ സാൾട്ട്, ക്രുണാൽ പാണ്ഡ്യ, ലിയാം ലിവിങ്സ്റ്റൺ, ഭുവനേശ്വർ കുമാർ തുടങ്ങിയവരെ ടീമിലെത്തിക്കുകയാണ്. യുവത്വവും അനുഭവ സമ്പത്തും ബാറ്റിംഗ് ശക്തിയും ബൗളിംഗ് മികവും ചേർന്ന ഏറ്റവും സന്തുലിതമായിട്ടുള്ള ഒരു RCB ടീമായിട്ട് ഇത് മാറുകയാണ്. വ്യക്തിഗത പ്രകടനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ടീം വർക്കിലാണ് ഇത്തവണ RCB ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. 2025 സീസൺ RCBയുടെ സ്വന്തമായിരുന്നു. അവർക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞു. 14 ലീഗ് മത്സരങ്ങളിൽ 10 അവർ ജയിക്കുകയാണ്. ലീഗ് ടേബിളിൽ അങ്ങനെ ആദ്യത്തെ 2 ഇടം നേടുകയാണ്. വിരാട് കോഹ്ലി തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഈ സീസണിൽ 614 റൺസ് വരെ നേടുകയാണ്. 8 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ വലിയൊരു ഫോമിലായിരുന്നു കോഹ്ലി ഉണ്ടായിരുന്നത്. ഇത്തവണ കോഹ്ലി ഒറ്റയ്ക്കായിരുന്നില്ല. യുവ ക്യാപ്റ്റൻ രജത് പാട്ടീദാർ, ഫിൽ സാൾട്ട്, ക്രുണാൽ പാണ്ഡ്യ എന്നിവരും സ്ഥിരമായിട്ട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ബൗളിംഗിൽ ജോഷ് ഹേസൽവുഡ് 21 വിക്കറ്റ് നേടുകയാണ്. അങ്ങനെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഭുവനേശ്വർ കുമാറിന്റെ സ്വിങ്ങും ഡെത്ത് ഓവറുകളും വളരെ മികച്ച, അല്ലെങ്കിൽ ടീമിന് അത്രത്തോളം നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിൽ നിയന്ത്രണം നൽകിയാണ്. ഓരോ കളിയിലും ഓരോ പുതിയ താരങ്ങൾ വിജയശില്പികളായിട്ട് മാറുകയാണ്. പ്ലേ ഓഫിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ക്വാളിഫയർ 1 പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ്. അങ്ങനെ ബംഗളൂരു ഹോം ഗ്രൗണ്ടിൽ ആരാധകർക്ക് മുന്നിൽ RCB പഞ്ചാബ് കിങ്സിനെ തകർത്ത് നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കുകയാണ്. പഞ്ചാബ് കിങ്സും IPL കിരീടം നേടാത്ത ടീമായതുകൊണ്ട് ഈ ഫൈനൽ ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു. അങ്ങനെ 2025 ജൂൺ 3 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏകദേശം 1 ലക്ഷം ആരാധകർക്ക് മുന്നിലായിരുന്നു ഫൈനൽ. ആവേശം അണപൊട്ടി ഒഴുകുകയാണ്. RCB തങ്ങളുടെ അണ്ടർ അച്ചീവേഴ്സ് എന്ന പേര് മായ്ച്ചു കളയുമോ എന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് പോലെയായി തോന്നി. ഫൈനൽ മത്സരം നമ്മൾ അതിലേക്ക് വരുവാണെങ്കിൽ കിരീട പോരാട്ടത്തിൽ RCB അവരുടെ ബാറ്റിംഗ് ശക്തിയിൽ അവർക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിൽ എപ്പോഴും മുന്നോട്ട് വന്ന വിരാട് കോഹ്ലി 35 പന്തിൽ 43 റൺസ് നേടി ഇന്നിങ്സിന് അടിത്തറയിടുകയാണ്. മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ ചില ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജിതേഷ് ശർമ്മയുടെ, അതായത് 10 പന്തിൽ 24 റൺസ് വരെ അവസാന നിമിഷത്തെ വെടിക്കെട്ട് പ്രകടനം RCBയെ 190-ന് 9 വിക്കറ്റ് എന്ന മികച്ച സ്കോറിലെത്തിക്കുകയാണ്. 190 എന്നുള്ളത് നല്ലൊരു സ്കോറായിരുന്നു, പക്ഷേ അജയ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പണി പാതി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് RCBക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തോടെ വിജയലക്ഷ്യം പിന്തുടരുകയാണ്. എന്നാൽ RCB ബൗളർമാർ ചാമ്പ്യന്മാരെ പോലെ പന്തെറിയുകയാണ്. ഹേസൽവുഡ് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തുകയാണ്. ക്രുണാൽ പാണ്ഡ്യ മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുകയാണ്. എന്നിട്ടും RCBയുടെ ചരിത്രത്തിലെ പല മത്സരങ്ങളെയും പോലെ കളി അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞു നിന്നു. അവസാന ഓവറിൽ പഞ്ചാബിന് 30 റൺസ് വേണമായിരുന്നു. നേരിയൊരു സാധ്യത മാത്രം ജോഷാണ് പന്തെറിയാനുള്ള ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതാനും ബൗണ്ടറികൾക്ക് ശേഷം അവസാന പന്തിൽ 12 റൺസ് വേണമായിരുന്നു. ശശാങ്ക് സിംഗ് തൊട്ട് മുമ്പുള്ള ഒരു പന്തിൽ 6 അടിച്ചിരുന്നു കേട്ടോ. എന്തായാലും ഹേസൽവുഡ് അവസാന പന്തിൽ പന്തെറിയുകയാണ്. ശശാങ്ക് സിംഗിന് ആ പന്തിൽ 6 അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. RCB 6 റൺസിന് വിജയിക്കുകയാണ്. ഒടുവിൽ 18 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തങ്ങളുടെ കന്നി IPL കിരീടം RCB സ്വന്തമാക്കുകയാണ്. ഒരു നിമിഷം നിശബ്ദത. ഇത് സത്യമാണോ എന്ന് കളിക്കാർക്കും ആരാധകർക്കും ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു നിശബ്ദതയായിരുന്നു അത്. പിന്നീട് സന്തോഷത്തിൻ്റെ പൊട്ടിത്തെറിയാണ്. സ്റ്റാൻഡുകളിൽ ചുവന്ന നിറത്തിൻ്റെ ഒരു പ്രളയം. കളിക്കാർ ആർപ്പ് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വികാരങ്ങളുടെ ഒരു അണപ്പൊട്ടലായിരുന്നു, ഒരു പ്രവാഹമായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രാത്രിയിൽ ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള ചിത്രമുണ്ടായിരുന്നു. അതായത് പിച്ചിൽ മാറിയിരുന്ന് കണ്ണിൽ വെള്ളം നിറച്ച് മുട്ടുകുത്തിയുന്ന ജേഴ്സി നമ്പർ 18 വിരാട് കോഹ്ലി ആയിരുന്നു. 2008 മുതൽ RCBക്ക് വേണ്ടി എല്ലാം നൽകിയ ആ മനുഷ്യൻ, എൻ്റെ യൗവനം, എൻ്റെ പ്രധാന വർഷങ്ങൾ, എൻ്റെ അനുഭവം എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഒടുവിൽ 36-ാം വയസ്സിൽ ഒരു IPL ചാമ്പ്യനായിട്ട് മാറുകയാണ്. മുഖം മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും, അതായത് ആ ഒരു കണ്ണീര് മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന പന്തിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നതായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ആഹ്ലാദ പ്രകടനത്തിന്
ടീം അതിന് വേണ്ടിയിട്ട് എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയാണ്. ആർ സി ബി മുഴുവൻ കോഹ്ലിയെ കെട്ടിപ്പിടിക്കുകയാണ്. യുവ ക്യാപ്റ്റൻ രജത് പാട്ടീദാർ കോഹ്ലിയെ ഉയർത്തിപ്പിടിച്ചത് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെയായിരുന്നു. പിന്നീട് ഹേസൽവുഡ്, ദിനേശ് കാർത്തിക് തുടങ്ങിയ കളിക്കാരെല്ലാം തന്നെ വെളിപ്പെടുത്തിയത് ടീം കോഹ്ലിക്ക് വേണ്ടി ഈ കപ്പ് നേടാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. മിന്നിത്തിളങ്ങുന്ന IPL ട്രോഫി ഉയർത്തിയ ശേഷം വാക്കുകളിലേറെ കോഹ്ലി വിജയത്തെ ആരാധകർക്ക് സമർപ്പിക്കുകയാണ്. ഈ വിജയം ടീമിനും ആരാധകർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഇത് 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഓരോ സീസണിലും ഞാൻ എല്ലാം നൽകി, പലപ്പോഴും നിരാശനായി. ഒടുവിൽ ഈ ട്രോഫി എൻ്റെ കൈകളിൽ, എനിക്ക് വാക്കുകളില്ല എന്നുള്ളത് അദ്ദേഹം വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുകയാണ്. ആഘോഷങ്ങൾ തുടരുമ്പോൾ രണ്ട് പ്രത്യേക വ്യക്തിത്വങ്ങൾ ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. AB ഡി വില്ലിയേഴ്സും ക്രിസ് ഗെയിലുമാണ്. അവർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അവർ മൈതാനത്തേക്ക് ഓടിയെത്തി കോഹ്ലിയെ കെട്ടിപ്പിടിക്കുകയാണ്. RCBയുടെ ഒരു ഹോളി ട്രിനിറ്റി ആയിരുന്നു വിരാട് കോഹ്ലിയും AB ഡി വില്ലിയേഴ്സും ക്രിസ് ഗെയിലും അല്ലേ. അവർ ഒരുമിച്ച് ഈ കിരീടം ആഘോഷിക്കുകയായിരുന്നു. അവർക്ക് ഒരുമിച്ച് നേടാനാകാത്ത ഈ കപ്പ് ഒടുവിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസിക്ക് ലഭിച്ചിരിക്കുന്നു. കോഹ്ലി തന്റെ ഭാര്യ അനുഷ്ക ശർമ്മയെ മൈതാനത്തേക്ക് കൊണ്ടുവന്ന് ആ നിമിഷം പങ്കിടുകയാണ്. അതേസമയം ബംഗളൂർ നഗരത്തിലും ഇന്ത്യയെമ്പാടുമുള്ള ആരാധകർക്കിടയിലും വലിയ ആഹ്ലാദം അണപൊട്ടുകയാണ്. ബംഗളൂരുവിൽ ആരാധകർ തെരുവുകൾ നിറയുകയാണ്, നൃത്തം ചെയ്തു, മുദ്രാവാക്യം വിളിച്ചു, വെടിക്കെട്ടുകൾ പൊട്ടിക്കുകയാണ്. ഒരു തമാശയും പ്രാർത്ഥനയും ഒക്കെയായി മാറിയ ഈ സാല കപ്പ് നമ്മുടെ എന്ന മുദ്രാവാക്യം ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ കളിയാക്കലും നിരാശയ്ക്കും അതിനെയെല്ലാം മറികടന്ന് ഒറ്റ രാത്രി കൊണ്ട് അതിനെല്ലാം കഴുകിക്കളയുകയാണ്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത പോലുള്ള മറ്റു നഗരങ്ങളിലും RCB ആരാധകർ ഒരുമിച്ച് കൂടുകയാണ്. ടീമിന്റെ പേരും കോഹ്ലിയുടെ പേരും ഉറക്കെ വിളിക്കുകയാണ്. ബംഗളൂരുവിലെ ടീമിന് വിമാനത്താവളത്തിൽ വലിയ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. IPL കിരീടം സ്വന്തമാക്കിയതിനു ശേഷമുള്ള ഒരു വിരോചിതമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണിത്. RCBയുടെ ആരാധകരെ 12th മാൻ ആർമി എന്ന് വിളിക്കാറുണ്ട്. കാരണം തോൽവിയിലും വിജയത്തിലും അവർ ടീമിനോടൊപ്പം നിൽക്കുകയാണ്. 2016 തോൽവിക്ക് ശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആരാധകർ ടീമിന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയത് കോഹ്ലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൊന്നായിരുന്നു. ഈ സാല കപ്പ് നമ്മുടെ എന്ന മുദ്രാവാക്യം ഒരു പ്രാദേശിക മുദ്രാവാക്യത്തിൽ നിന്ന് ഇന്ത്യ എമ്പാടുമുള്ള ആരാധകരെ ഒന്നിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. RCBയുടെ ഈ യാത്രയിലെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ആരാധകരുടെ ഈ അചഞ്ചലമായിട്ടുള്ള പിന്തുണ അതാണ് ടീമിനെ സത്യം പറഞ്ഞാൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2008 മുതൽ 2025 വരെയുള്ള RCBയുടെ യാത്ര എന്നുള്ളത് ഒരുപാട് വേദനകൾ നിറഞ്ഞ ഒരു അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു യാത്രയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഇതിഹാസമാണ്. അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ കളിക്കാർ, വലിയ പിന്തുണ, നിരവധി തവണ കപ്പിനടുത്തെത്തി. എന്നിട്ടും ഒരുപാട് കാലം വിജയത്തിന്റെ കിരീടം മാത്രം അകന്നു നിന്നു. ഈ നീണ്ട കാത്തിരിപ്പാണ് 2025 വിജയത്തെ ഇത്രയും വൈകാര്യവും പ്രചോദനവുമാക്കിയത്. ഇത് വെറും ഒരു കിരീട നേട്ടമല്ല, 18 വർഷത്തെ സ്ഥിരതയുടെയും കഠിനാധ്വാനത്തിന്റെയും സാക്ഷാത്കാരമാണ്. വിരാട് കോഹ്ലി IPL ട്രോഫി ഉയർത്തുമ്പോൾ അത് RCBയുടെ കഥയുടെ ഭാഗമായിട്ടുള്ള, ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള എണ്ണമറ്റ കളിക്കാരെയും നിങ്ങളെ ഓരോരുത്തരെയും പോലുള്ള ഒരുപാട് ആരാധകരെയുമാണ് അത് പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കിരീടം ആരാധകർക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ വിശ്വാസം ഒരിക്കലും കുറഞ്ഞില്ലെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഈ സാല കപ്പ് നമ്മുടെ എന്ന മുദ്രാവാക്യത്തിന് ഇപ്പോൾ ഒരു മാന്ത്രിക അർത്ഥം വന്നിരിക്കുകയാണ്. എത്ര കാലം കാത്തിരുന്നാലും വിജയത്തിന്റെ പ്രഭാതം വരുമെന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. IPL ചാമ്പ്യന്മാരുടെ പട്ടികയിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഇനി എന്നും കാണാം. RCBയുടെ കന്നിക്കിരീടം ഒരു കായിക നേട്ടം മാത്രമല്ല, അതൊരു വികാരമാണ്, മോചനമാണ്, സന്തോഷമാണ്. സ്വപ്നം കാണാനും അതിൽ ഉറച്ചു നിൽക്കാനും ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്. കപ്പൊടുവിൽ നമ്മുടേതാണ്. റോയൽ ചലഞ്ചേഴ്സ് വിജയിച്ചിരിക്കുന്നു. അവരുടെ കഥ തലമുറകൾക്ക് പ്രചോദനമാകും. RCBയുടെ വിജയത്തെക്കുറിച്ചും വിരാട് കോഹ്ലിയെ പറ്റിയിട്ടും ഈ വീഡിയോയെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മാഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.